CV അനുമോദ് കൂടി ചേരുകയാണ്. കൃത്യമായും കോൺഗ്രസിനെ VD സതീശനെ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നു, ലീഗ് നേതാക്കളെ ലക്ഷ്യമിട്ട് സംസാരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുക കൂടി ചെയ്തു. അതിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ആദ്യം മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോയത് VV അരുണാണ്, മറ്റൊരു യോഗത്തിൽ പോയത് CV അനുമോദാണ്. അനുമോദിനോട് കൂടി ചോദിക്കാം. അനുമോദ്, മുഖ്യമന്ത്രി പ്രധാനമായും ലക്ഷ്യമിട്ടത് ഈ വർഗീയ സംഘടനകളുമായുള്ള ബന്ധം അത് തുറന്നു കാട്ടുക എന്നത് തന്നെയായിരുന്നു. അതിന് VD സതീശൻ മറുപടി പറഞ്ഞു. അത് വർഗീയത പ്രചരിപ്പിക്കുന്നത്, പച്ചയായി വർഗീയത പറയുന്നത് CPM ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. തങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളാണ്. ഇന്ന് ഇടുക്കിയിൽ ഒരു സ്ത്രീ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്യജീവി പ്രശ്നം, ജനങ്ങൾ നേരിടുന്ന പ്രശ്നം, വിലക്കയറ്റം, പിന്നീട് പെൻഷൻ കിട്ടാത്ത പ്രശ്നം, അങ്ങനെ ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ അതിന്റെ അജണ്ട മാറ്റി അത് വർഗീയ അജണ്ടയാക്കി മാറ്റാൻ, അത് ചർച്ച ചെയ്യാൻ CPM ശ്രമിക്കുന്നു എന്നതാണ് VD സതീശൻ ആരോപിക്കുന്നത്. അനുമോദ്. രേണുക, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ കൺവെൻഷനിലെ പ്രസംഗത്തിൽ രണ്ടിടത്തും ഒരേ കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ കൂടിയും VD സതീശനെ മുൻനിർത്തിയാണെങ്കിലും മുസ്ലിം ലീഗിലെ ഒരു ഭിന്നത അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലായിരുന്നു മൂത്തയിടത്ത് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പ്രധാന ഭാഗം. അദ്ദേഹം നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആവർത്തിച്ചെങ്കിൽ പോലും മൂത്തയിടം UDFന്റെ ലീഗിന്റെ ഒരു കോട്ടയാണ്. അവിടെയാണ് പഴയ ആദ്യത്തെ പത്രം രൂപീകരിച്ചപ്പോൾ ഷിഹാബ് അലി തങ്ങൾ പോവാഞ്ഞതും, രണ്ടാമത് ചാനൽ വന്നപ്പോൾ രണ്ടാമത് ഉണ്ടായിരുന്ന തങ്ങളും, അതായത് ഈ ലീഗിന്റെ ഇന്നത്തെ തങ്ങന്മാരെ പോലെ ആയിരുന്നില്ല മുൻപുള്ള തങ്ങന്മാർ എന്ന തരത്തിൽ തന്നെ ലീഗിന്റെ ഇപ്പോഴത്തെ നേതൃത്വം അതിന്റെ നയങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുന്നു. അതിന്റെ നയവ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന നേതൃത്വവും ഇപ്പോഴത്തെ നേതൃത്വവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന തരത്തിൽ ഒരു കൃത്യമായ ഭിന്നത അല്ലെങ്കിൽ വ്യത്യാസം അവിടെ പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ലീഗിലേക്ക് കൃത്യമായി വരുന്ന വോട്ടുകളിൽ ഒരു ഭിന്നത വരുത്തുക, ഒരു ഭിന്നിപ്പിച്ചു വരുത്തുക എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് വെൽഫെയറുമായിട്ടുള്ള ബന്ധത്തെ മുൻനിർത്തിക്കൊണ്ട് ലീഗിനെതിരെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഉള്ള ഈ ഒരു പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ അല്പസമയം മുൻപ് ലീഗിന്റെ നേതാക്കൾ സാദിഖ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങൾ കണ്ടപ്പോൾ നമ്മൾ ഈ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് ലീഗിന്റെ നയത്തിൽ വ്യത്യാസം വന്നിട്ടില്ല. നയവ്യതിയാനം വന്നത് വെൽഫെയർ പാർട്ടിക്കാണ്. അവർ ആദ്യം LDFന്റെ കൂടെയായിരുന്നു, ഇപ്പോൾ നയം മാറ്റി UDFന്റെ കൂടെയായി. അത്രമാത്രമേ ഇതിലുള്ളൂ. മറ്റു തരത്തിലുള്ള ഒരു മറുപടിയും ലീഗ് തരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ബാക്കി കാര്യങ്ങളൊക്കെ ഈ പറയുന്നതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട്, ഭരണത്തിന്റെ നേട്ടങ്ങളൊന്നുമില്ലാത്തതിനാൽ ഇത്തരം വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അത് ലീഗിന്റെ പ്രതികരണം വളരെ കരുതലോടെയാണ്. ഒരേ കാര്യം തന്നെയാണ് ലീഗ് എപ്പോഴും ചോദിച്ചാൽ ആവർത്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ലീഗിന് ഈ വിഷയത്തിൽ ചർച്ച ഉണ്ടാക്കാനുള്ള താല്പര്യമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ജലീൽ നമ്മളോട് തന്നെ സംസാരിച്ച ഹാഗിയ സോഫിയ വിഷയം ചോദിച്ചപ്പോഴും VK കുഞ്ഞാലിക്കുട്ടിയാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇത് ഭരണനേട്ടമില്ലാത്തതിനാൽ ആവർത്തിക്കുന്നത്. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾക്ക് ലീഗിന്റെ മറുപടി എല്ലായ്പ്പോഴും ഒരേ തരത്തിലാണ്. അത് പ്രതിരോധിക്കുന്ന തരത്തിലാണ്. അതിൽ കൂടുതൽ ചർച്ച നടത്തുവാനും അതിൽ കൂടുതൽ വിശദീകരണം നൽകുവാനും ലീഗ് ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ തന്നെയാണ് അത് കൂടുതൽ ലീഗിന് പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യം തീർക്കുക തീർച്ചയായും. ഇന്ന് മുഖ്യമന്ത്രി നിലമ്പൂരിലെത്തി കടന്നാക്രമിക്കുമ്പോഴും ലീഗിനെ കടന്നാക്രമിക്കുമ്പോഴും കോൺഗ്രസിനെ കടന്നാക്രമിച്ച് സംസാരിക്കുമ്പോൾ പോലും തങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ഒന്നും പറയില്ല എന്ന വാശി ലീഗ് നേതാക്കൾക്കുണ്ടായിരുന്നു എന്ന് തോന്നും അവരുടെ മറുപടി കണ്ടാൽ. അല്ലെങ്കിൽ ഞങ്ങളെക്കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമം വേണ്ട എന്നത് അവർ തീരുമാനിച്ചിരിക്കുന്നു. വളരെ കുറഞ്ഞ വാക്കുകളിൽ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം പറഞ്ഞ് ഈ വിഷയം ക്ലോസ് ചെയ്യുക എന്നതാണ് ലീഗിന്റെയും തന്ത്രം. ഇന്ന് VD സതീശനും അതുതന്നെയാണ് സ്വീകരിച്ചത്. 2-3 ദിവസമായി ഞാൻ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നു. ഇനി ഒരു ചോദ്യത്തിനും മറുപടി ഇല്ല, അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ല എന്ന് VD സതീശൻ പറയുകയാണ്. എന്നിട്ട് ജനകീയ വിഷയങ്ങളാണ് ഞങ്ങൾ ഉയർത്താൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നു. ഇന്ന് ലീഗ് നേതാക്കളും അതുതന്നെയാണ് പറഞ്ഞത്. നമുക്ക് സാദിഖ് അലി തങ്ങളുടെ വാക്കുകൾ കാണാം. രണ്ട് രാഷ്ട്രീയ മുന്നണികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇത്. അങ്ങനെയുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ് ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ എന്നതാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കാണാം. ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ്. ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷം തമ്മിലുള്ള മത്സരമാണ്. ജനങ്ങൾ പൊറുതിമുട്ടിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കേരളത്തിലെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ ഭരണം, ആ ഭരണത്തിൽ പൊറുതിമുട്ടിയ ഒരു അവസ്ഥയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലവും അങ്ങനെ തന്നെ നിലവിലുള്ള ഭരണകൂടത്തിനെതിരെയുള്ള വികാരങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇവിടെ നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് അനുകൂലമാണ്.
9 വർഷത്തെ ഇടത് മുന്നണിയുടെ ഭരണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നത് സാദിഖ് അലി തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതേപോലെ തന്നെ ഇന്ന് വി ഡി സതീശനും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇത് ഈ സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നതാണ്. ഈ സർക്കാരിനെ ജനങ്ങൾ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നു. സർക്കാരിന്റെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്നത് UDF ഈ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ആവർത്തിച്ച് പറയുകയാണ്. കുഞ്ഞാലിക്കുട്ടിയും പറയാൻ ശ്രമിച്ചത് ഈ കാര്യങ്ങൾ തന്നെയാണ്. വെൽഫെയർ പാർട്ടി നേരത്തെ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. അവരാണ് ഇപ്പോൾ അവരുടെ നിലപാട് മാറ്റി തങ്ങൾക്ക് പിന്തുണ പറഞ്ഞത് തന്നെയാണ്. ഈ 9 വർഷത്തെ ഭരണം വിലയിരുത്തണം. മുഖ്യമന്ത്രി യോഗത്തിൽ ആദ്യ പകുതി ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് ബന്ധം വർഷം പിന്നീട് പറഞ്ഞതെല്ലാം സർക്കാരിന്റെ ഭരണം 9 വർഷം എന്ത് ചെയ്തു ഇനി എന്ത് ചെയ്യുമെന്ന കാര്യമാണ്. സർക്കാരിന് വിലയിരുത്തലിന് വോട്ട് ചെയ്യുന്ന പ്രതീക്ഷയും ഒരു ആത്മവിശ്വാസവുമാണ് ഇപ്പോൾ തുറന്ന സർക്കാരിന് വിലയിരുത്ത വാക്കല്ല. സർക്കാർ 9 വർഷം എന്ത് ചെയ്തു അത് വിലയിരുത്തലിന് ജനം വോട്ട് ചെയ്യുന്ന മുഖ്യമന്ത്രി ആത്മവിശ്വാസം. പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഈ വർഗീയ പ്രചരണത്തിലേക്ക് അജണ്ട തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് അവർക്ക് അവരുടെ ഭരണത്തിൽ ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതിന് തിരിച്ചടി ലഭിക്കുമെന്നത് കണ്ടവർ ഈ പ്രചരണം വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നു എന്നതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ കൂടി വാക്കുകൾ. നമുക്ക് കേൾക്കാം. നേരത്തെ ഇടതുപക്ഷത്തിനായിരുന്നു അവരെ പിന്തുണ, ഇപ്പൊ UDF-നാണ്. അത് അവർ കൊടുത്തതാണ്. അത് വളരെ ക്ലിയറായി ഭരണപരാജയം മറച്ചു വെക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ. ശരി, അനുമോദ് നമുക്കൊപ്പം വീണ്ടും തുടരുന്നുണ്ട്. അനുമോദ്, അപ്പോൾ മുഖ്യമന്ത്രി നിലമ്പൂരിലെ ഗ്രൗണ്ടിൽ ഇറങ്ങി നടത്തിയ ആരോപണങ്ങൾക്ക്, വലിയ വിമർശനങ്ങൾക്ക് കൃത്യമായും ലീഗും കോൺഗ്രസും മുന്നണി ഒന്നാകെയും മറുപടി പറഞ്ഞു കഴിഞ്ഞു എന്ന് വേണമോ നമ്മൾ ധരിക്കാൻ? സർക്കാരിന്റെ വിലയിരുത്തലാകും, ജനകീയ വിഷയങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്, രാഷ്ട്രീയ ഏറ്റുമുട്ടലാണ് നിലമ്പൂരിൽ നടക്കുന്നത്, ആ നിലയാണ് ഞങ്ങൾ അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്, ആ അജണ്ടയിൽ നിന്ന് ഞങ്ങൾ മാറില്ല എന്ന് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ ആവർത്തിച്ച് പറയുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ചർച്ചകൾ ആ വഴിക്കായിരിക്കുമോ? അതോ മുഖ്യമന്ത്രി ഇനി 2 ദിവസം കൂടി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, നാളെയും മറ്റന്നാളും അദ്ദേഹം യോഗങ്ങളിൽ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ ആര് നയിക്കുന്ന അജണ്ടയിൽ ഇനിയുള്ള ദിവസം നിലമ്പൂർ നീങ്ങും? പ്രധാനമായിട്ടും ഇവിടെ ചർച്ചയായിരിക്കുന്നത് ഒന്ന്, വികസന രാഷ്ട്രീയം മുൻനിർത്തിയുള്ള LDF-ന്റെ പ്രചരണമാണ്. രണ്ടാമതായിട്ട് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ ഈ അടുത്തിടെ ഉണ്ടായ വഴിക്കടവിലുണ്ടായ അനന്തു എന്ന 15-കാരന്റെ മരണം വരെ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ നിലമ്പൂരിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് വെൽഫെയറിന്റെ പിന്തുണയും അതേ തുടർന്ന് ഉണ്ടാകുന്ന മറ്റ് രാഷ്ട്രീയ നീക്കങ്ങളുമാണ്. ഇനിയുള്ള ദിവസങ്ങളിലും പ്രധാനമായിട്ടും വെൽഫെയർ പാർട്ടിയുടെ ഈ ഒരു ബന്ധം മുൻനിർത്തിയിട്ട് ഇടതുപക്ഷത്തിന്റെ ആക്രമണം തുടരും. അതോടൊപ്പം തന്നെ വികസന രാഷ്ട്രീയവും ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കും. മറുവശത്ത് ഈ വെൽഫെയറിന്റെ രാഷ്ട്രീയത്തിന് ചോദ്യങ്ങൾക്ക് ഇനി മറുപടി പറയുന്നില്ല എന്ന തീരുമാനം UDF എടുക്കുകയും ഭരണപരാജയങ്ങളും അതുപോലെ തന്നെ മലയോര മേഖല നേരിടുന്ന പ്രശ്നങ്ങളും ഈ നേരത്തെ KC വേണുഗോപാൽ ഉന്നയിച്ച പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളും മലപ്പുറം പരാമർശം, ഒരുപക്ഷെ മലപ്പുറം പരാമർശത്തെക്കുറിച്ച് ഇന്ന് വലിയ തോതിൽ ചർച്ചയായിട്ടില്ല എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അതിന് സാധ്യത തള്ളിക്കളയാനാകില്ല UDF-ന്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഈ വിഷയങ്ങളിൽ ഊന്നി തന്നെയായിരിക്കും ഇനിയുള്ള ദിവസത്തെ ഈ വിരലെണ്ണാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ പ്രചരണം. അതോടൊപ്പം തന്നെ UDF-ന്റെ ഏറ്റവും ശക്തമായ